സൺഡേ ആയിട്ട് എന്താ പരിപാടിയെന്ന് വെച്ചാൽ മൊത്തം പരിപാടിയാണ്. രാവിലെ എണീറ്റ് പള്ളി പോകാനുള്ള ധൃതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ജോക്കുട്ടൻ എണീറ്റ് വന്നിട്ട് പറഞ്ഞു, ഇന്ന് ഞാൻ കാറ് തുറക്കാമെന്ന് പറഞ്ഞു. പക്ഷേ കാറ് ഒറ്റയ്ക്ക് ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്താകും എന്നറിയില്ലല്ലോ. അത് കാരണം ഒരാൾ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കണം. ഞാൻ തുടയ്ക്കാം, ഞാൻ നന്നായി തുടയ്ക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് ജോക്കുട്ടനാണ് ഇന്നത്തെ ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുന്നത്. പിന്നെ ഒരാൾ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യാനുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കി പള്ളിയിൽ പോകാനുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ജോക്കുട്ടിനെ വിളിച്ചിട്ട് പോയി ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ ഒരിത്. പോയി വന്നു കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഇരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ തലയിലൊക്കെ എന്തോ ഒരു ഭയങ്കര ഭാരം പോലെ. കുറച്ച് നാൾ ടൂ വീലറിൽ പോയപ്പോൾ എന്തോ ഭയങ്കരമായിട്ട് താരൻ വന്ന പോലെ തോന്നി. ഒന്ന് നോക്കാമോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, തല ഭയങ്കര സീനായിട്ടിരിക്കുകയാണ്. പിന്നെ പുള്ളി പറഞ്ഞു, ഞാൻ ശരിയാക്കി തരാം, എനിക്കിതൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് പാവം എൻ്റെ തലയിൽ ഇങ്ങനെ മുടിയൊക്കെ പാർട്ടീഷൻ ചെയ്തെടുത്ത് കുറേ സമയം ഇരുന്നിട്ട് എൻ്റെ തലേന്നൊക്കെ ഇങ്ങനെ നമ്മൾ പാർലറിൽ ചേച്ചിമാരൊക്കെ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ചെയ്തു. നിങ്ങൾക്ക് എൻ്റെ മുടി കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, ശരിക്കൊരു മണ്ണ് വരുന്ന പോലെ ഒരുപാടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കണം. മുഖത്ത് കുറച്ച് കുരുവൊക്കെ. പിന്നെ ജോക്കുട്ടൻ സമ്മതിക്കാതെ നേരെ ഞങ്ങൾ കുമ്പളങ്ങിയിലുള്ള പാർക്കിൽ പോയി. നമ്മുടെ കാലാവസ്ഥ അറിയാമല്ലോ, അതുകൊണ്ട് ഒറ്റ മനുഷ്യനുണ്ടായില്ല പാർക്കിൽ. സുഖമായിട്ട് കളിക്കാവുന്ന രീതിയിലായിരുന്നു. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, കാരണം മഴയൊക്കെ വന്ന് കുറച്ച് തെന്നിക്കിടക്കുന്നതുകൊണ്ട് കുറച്ച് കെയർഫുള്ളാണ്. പിന്നെ പറഞ്ഞാൽ കേൾക്കണ്ടേ. ഇവൻ്റെ വിചാരം ഇതൊക്കെ കളിക്കുന്നതെന്ന്. ആക്ച്വലി ഇതൊരു ഓപ്പൺ ജിമ്മാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് രാവിലെയും ഈവനിങ്ങും ഒക്കെ. ശരിക്കും ഈ ഒരു പാർക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. പക്ഷേ അതുപോലെ ടൈമും വേണം. ഇവൻ ഇതൊക്കെ കളിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ ആദ്യമായിട്ട് കാണുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഓരോന്നിലും കുറച്ച് സമയം മാറി മാറി ചെയ്ത് ഒരു ഒരു അരമുക്കാൽ മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്ത് കാണും. പിന്നെ അവന് പുറത്തൊന്നും പോകാനും ഇല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ വേണ്ടതെന്ന് കരുതി വീടിന് അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്കും അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ട്രാവലിങ്ങിനും അധികം ബുദ്ധിമുട്ടുമില്ല. ഈ പറയുന്ന ഫീസും പാർക്കിംഗ് ഫീസോ എൻട്രി ഫീസോ അങ്ങനെ ഒന്നുമില്ല. സോ എപ്പോൾ വേണേലും പോയി വരാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് വീട്ടിലേക്കൊക്കെ പോയി ഈവനിങ് ആയപ്പോൾ വീണ്ടും എനിക്ക് കുമ്പളങ്ങി പാർക്കിൽ. ഇത് ഞങ്ങൾക്ക് ശരിക്കും ഒരു ശല്യമായി, കാരണം എപ്പോഴും നമുക്ക് വന്നിരിക്കാൻ പറ്റില്ലല്ലോ. അവിടെ വൈകുന്നേരം ആയപ്പോൾ കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു കുട്ടി പട്ടം പറത്തുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിന്നാലെയായിരുന്നു. വീണ്ടും കുറേ സാധനങ്ങളിലൊക്കെ കയറി ഇറങ്ങി. എന്നാൽ ആദ്യമായിട്ട് കാണുന്ന പോലെയാണ് അവന് വീണ്ടും വീണ്ടും. ഞാനങ്ങനെ നിന്നുകൊണ്ടിരുന്നപ്പോൾ വെള്ളത്തിലൂടെ എന്തോ ഒരു സാധനം പോകുന്ന പോലെ തോന്നി. ശരിക്കും എനിക്ക് ആദ്യം കണ്ടപ്പോൾ പേടിയായി, എന്താ സംഭവം എന്നറിയില്ല. അപ്പം നോക്കുമ്പോഴാണ് കുറച്ച് ചെറുക്കന്മാർ അവിടെ നിന്നിട്ട് നമ്മൾ എന്താ പറയുക, റിമോട്ട് കാറൊക്കെ ഓടിക്കില്ലേ, അതുപോലെ വെള്ളത്തിലൂടെ. പക്ഷെ നല്ല രസമുണ്ടായിട്ടോ. പിന്നെ ഞാൻ ചോദിച്ചു, എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തരുമെന്ന്. മുടി അയച്ചിട്ട് ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രേ ഉള്ളൂ.